ഹായ് എവരിവൺ. ജാനുവരി 3 മുതൽ 16 വരെ എന്നുള്ള പുതുക്കിയ ഷെഡ്യൂളിൽ NTA UGC നെറ്റ് എക്സാം ഡിസംബർ സൈക്കിളിലേത് നടക്കുകയാണല്ലോ. അപ്പോൾ ഈ 2024 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇനിയിപ്പോൾ കഷ്ടിച്ചൊരു 10 ദിവസമാണ് മുന്നിലുള്ളത്. ജനുവരി 3-നൊക്കെ എക്കണോമിക്സും അതുപോലെ തന്നെ പല സബ്ജക്റ്റുകളും ആദ്യ ദിവസങ്ങളിൽ തന്നെ കയറി വരുന്നുണ്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ 7-ാം തീയതിയാണ്. കൊമേഴ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് പോകാതെ ആദ്യ ദിവസങ്ങളിലായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ലാസ്റ്റ് 10 days എന്ന് അസ്യൂം ചെയ്താൽ ഇനി എന്ത് ചെയ്യണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫൈനൽ റൗണ്ട് റിവിഷന് വേണ്ടിയിട്ടുള്ള ഒരു ടൈമാണിത്. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ചുറപ്പിക്കാനായിട്ടുള്ള പരിശ്രമത്തിലേക്ക് കടക്കുക. ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കുന്നതിലേക്കല്ല, ദിവസത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ സമയം മാറ്റിവെക്കുന്നത് 7-8 മണിക്കൂറാണ് നിങ്ങൾക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ളതെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതിലെ ഒരു 75% കോൺസെപ്റ്റുകൾ റിവിഷനായിട്ട് മാറ്റിവെക്കുക. 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ ചെയ്യാനും അതിൻ്റെ അനാലിസിസിനുമായിട്ട് മാറ്റിവെക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ റിവിഷൻ പ്ലസ് അനാലിസിസ് എന്നുള്ളൊരു മോഡലിൽ തന്നെ നിങ്ങൾ ഈ ഏറ്റവും ഒടുവിലുള്ള സമയം സ്പെൻഡ് ചെയ്യുക. നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസിലൊക്കെ ഫ്രീ ആയിട്ട് ഒരുപാട് സെറ്റുകൾ ചെയ്ത് നോക്കാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകൾ മുൻകൂട്ടി എടുത്തിരുന്നു. 5 ദിവസങ്ങളിലായിട്ട് ഫ്രീ ആയിട്ട് 1000-ഓളം വിദ്യാർത്ഥികൾ അത് പ്രയോജനപ്പെടുത്തി. ആ വീഡിയോകളെല്ലാം കൂടി ഒരുമിച്ചാക്കി 10 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ഇന്ന് രാത്രി നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതിൻ്റെ ആക്സസും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അത് ഒറ്റയടിക്ക് കാണുകയല്ല, 10 മണിക്കൂറിൻ്റെ വീഡിയോ ഒരുമിച്ച് കാണാനായിട്ടുള്ളതല്ല ഇൻറ്റൻഷൻ. 5 ദിവസങ്ങളിലായിട്ട് റിവിഷനൊക്കെ സമയം നൽകിയാണ് I+ ആ ഫ്രീ ക്ലാസ്സുകൾ എടുത്തിരുന്നത്. നിങ്ങൾക്കത് ഓരോ ദിവസവും 1-2 മണിക്കൂർ വീതം വെച്ച് അടുത്ത 10 ദിവസങ്ങൾ കൊണ്ട് കണ്ട് കവർ ചെയ്യാം. കാര്യം പേപ്പർ 1-ന് മാത്രമായിട്ട് ഒരുപാട് സമയം ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും പേപ്പർ 1 2 മണിക്കൂർ പഠിച്ചാൽ പേപ്പർ 2 4 മണിക്കൂർ ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുകയും നിങ്ങൾ പഠിച്ചതിൻ്റെ റിവിഷൻ നടത്തുന്നതിനായിട്ട് ഭൂരിഭാഗം സമയവും മാറ്റിവെക്കുക. അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു ബാലൻസിൽ കൊണ്ടുപോവുക. ഏതെങ്കിലും ഒന്ന് മാത്രം എന്നുള്ളതല്ല വിജയമന്ത്രം. നമ്മുടെ 100 കണക്കിനുള്ള JRF വിജയികളുടെ അടുത്തുനിന്നും 1000 കണക്കിനുള്ള നെറ്റ് വിജയികളുടെ അടുത്തുനിന്നുള്ള ഫീഡ്ബാക്കുകൾ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് റിവിഷൻ നടത്തുന്നതിൻ്റെ ഷോർട്ട് നോട്ടുകൾ എഴുതി അത് ആവർത്തിച്ച് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മായ്ച്ചു കളയാനാവാത്തതുപോലെ തെളിവായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയും ടൈം മാനേജ്മെന്റ് സ്കില്ലുകൾ ടൈംഡ് ടെസ്റ്റുകൾ എടുത്ത് ചെയ്ത് നോക്കുകയും ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയി ഏറ്റവും ഒടുവിലത്തെ 2 ആഴ്ചകൾ അല്ലെ 10 ദിവസം പ്രയോജനപ്രദമായിട്ട് ഉപയോഗിച്ച് മികച്ചൊരു വിജയം നേടാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.